നന്മ നിറഞ്ഞവൾ മേഴ്സി ചെറിയാൻ. മാധ്യമങ്ങൾ തുറന്നാൽ തന്നെ നമ്മുടെ മുന്നിലെത്തുന്ന വാർത്തകളെല്ലാം നെഗറ്റീവാണ്. കുഞ്ഞിനെ കൊല്ലുന്നു, രണ്ടാനച്ഛൻ പീഡിപ്പിക്കുന്നു, ഇത്തരത്തിലുള്ള നിരവധി നെഗറ്റീവ് വാർത്തകൾ, റോഡ് അപകടങ്ങൾ, മന്ത്രിമാരുടെ കള്ളങ്ങൾ, അവരുടെ അഴിമതികൾ, ഇത്തരത്തിലുള്ള നെഗറ്റീവ് വാർത്തകൾ മാത്രമാണ് എപ്പോഴും മാധ്യമങ്ങളിൽ വരുന്നത്. അത് മാധ്യമങ്ങളുടെ കുറ്റമല്ല, ചുറ്റും നടക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളായതുകൊണ്ട് മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനിടയിലും ചില നന്മയുടെ പ്രകാശങ്ങൾ നമുക്ക് ജീവിക്കാൻ കരുത്ത് നൽകുന്നതാണ്. ഇന്നലെ ബേക്കർ ജംഗ്ഷനിൽ വെച്ചിട്ട് ഒരു യുവാവ് അപകടത്തിൽപ്പെട്ട് റോഡിൽ കിടന്നു. ആ വഴി വന്ന മന്ത്രി ടി സിദ്ദിഖ് വണ്ടി നിർത്തി ആ യുവാവിനെ രക്ഷപ്പെടുത്തി അദ്ദേഹത്തെ ആശുപത്രിയിലാക്കിയ ശേഷമാണ് സിദ്ദിഖ് യാത്ര തുടർന്നത്. അത്തരത്തിൽ നല്ല വാർത്തകളും മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന്, ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്ന്, സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. അത് പക്ഷേ ഈ ചീത്ത വാർത്തയോളം തന്നെ പ്രാധാന്യം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുരന്തകരമായ വസ്തുത. കാരണം ജനങ്ങൾക്കും പലപ്പോഴും ഇഷ്ടം ഈ കുന്നായ്മയും കുശുമ്പും ഒക്കെ പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ എരിവും പുളിയും മസാലയൊക്കെ ചേർത്തിട്ടുള്ള വാർത്തകളാണ് പലപ്പോഴും നമ്മുടെ മുന്നിലേക്ക് എത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വാർത്തകൾ പലപ്പോഴും കാണാതെ പോകുന്നു. മാധ്യമങ്ങൾ കണ്ടെങ്കിലും അത് കാണാതെ നടിച്ചു പോകുന്നു. അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് കോഴിക്കോട് ജില്ലയിൽ നിന്ന് വരുന്നത്. ബാലുശ്ശേരിയിലെ പുത്തൂർവട്ടം സ്വദേശിയാണ് ജാനു. 2016 കൊയിലാണ്ടി താലൂക്ക് കാർഷിക ഗ്രാമ വികസന ബാങ്കിൽ നിന്നും 75,000 രൂപ വായ്പ വാങ്ങി. ഈ വായ്പ തിരിച്ചടയ്ക്കാൻ ജാനുവിന് കഴിഞ്ഞില്ല. വളരെ തുച്ഛമായ തുകയാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇത് കാലാവധി കഴിഞ്ഞിട്ടും ജാനുവിന് ഇത് തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വായ്പ സ്ഥിരമായി മുടങ്ങിയതോടുകൂടി 2022 ബാങ്ക് ജപ്തി നടപടികൾ ആരംഭിച്ചു. അതായത് കൊയിലാണ്ടി താലൂക്ക് കാർഷിക ഗ്രാമ വികസന ബാങ്ക് ജപ്തി നടപടികൾ ആരംഭിച്ചു. ആ ജപ്തി നടപടികൾ എടുക്കാൻ വന്ന, അതായത് ആ റിക്കവറി ടീമിലെ ഒരംഗമായിരുന്നു കാർഷിക ബാങ്കിലെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ടുള്ള മേഴ്സി ചെറിയാൻ. മേഴ്സി ചെറിയാൻ ഇത്തരത്തിൽ അവിടെ അളന്ന് തിരിച്ചു, ഇവരുടെ വസ്തുവൊക്കെ അളന്ന് തിരിച്ചു. വീട് വളരെ ദയനീയ അവസ്ഥയിലാണ്. ഈ ജാനുവിൻ്റെ കുടുംബം വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന കുടുംബമാണ്. അവർക്ക് ഈ 75,000 രൂപയുടെ EMI അടയ്ക്കാനുള്ള സൗകര്യമില്ല എന്ന് ഈ റിക്കവറി ടീമിലെ മേഴ്സി ചെറിയാൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ മേഴ്സി ചെറിയാൻ വീണ്ടും തൻ്റെ ബാങ്കിലേക്ക് പോയി. അതായത് കൊയിലാണ്ടി താലൂക്ക് കാർഷിക വികസന ബാങ്കിലെ അസിസ്റ്റന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് തന്നെ അവർ തിരികെ പോയി. അവരുടെ ജോലി അതാണ്. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് മേഴ്സിക്ക് ഈ ജാനുവിൻ്റെ ദുരിത ജീവിതം കൂടുതൽ അടുത്തറിയാനായത്. അതേക്കുറിച്ച് പിന്നീട് മേഴ്സി ചെറിയാൻ ആലോചനയായി. എങ്ങനെയാണ് ഈ ജാനുവിനെ രക്ഷിക്കാൻ കഴിയുക എന്നുള്ള ആലോചനയിലേക്ക് മേഴ്സി ചെറിയാൻ മാറി. അങ്ങനെ സ്വന്തം ശമ്പളത്തിൽ നിന്നും മേഴ്സി ചെറിയാൻ ജാനുവിൻ്റെ EMI അടച്ചു തുടങ്ങി. അതിന് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അതായത് ലോൺ പുതുക്കി എടുക്കുക എന്നുള്ള നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. അതായത് ലോൺ പുതുക്കിയതിന് ശേഷമാണ് മേഴ്സി ചെറിയാൻ ഇത്തരത്തിൽ ജാനു അടയ്ക്കേണ്ടുന്ന EMI സ്വന്തം ശമ്പളത്തിൽ നിന്നും അടച്ചു തുടങ്ങുന്നു. ആലോചിച്ച് നോക്കുക, ഈ ഒരു കാലഘട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ശമ്പളത്തിൽ നിന്ന് EMI അടയ്ക്കുമോ? സ്വന്തം കാര്യങ്ങൾക്ക് പോലും തികയില്ല നമ്മുടെ ശമ്പളം. അവിടെ നിന്ന് മറ്റൊരാൾക്ക് വേണ്ടി EMI അടയ്ക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള നന്മയുള്ളവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങനെ മേഴ്സി ചെറിയാൻ ജാനുവിന് വേണ്ടി തനിക്ക് കിട്ടുന്ന ഈ തുച്ഛമായ ശമ്പളത്തിൽ നിന്നും ജാനുവിന് വേണ്ടി അവർ ഒരു നിശ്ചിത തുക മാറ്റിവെച്ചു. മാസത്തിൽ അങ്ങനെ അടച്ചു തുടങ്ങി. 75,000 രൂപയുടെ ബാധ്യത എങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ളതായിരുന്നു മേഴ്സി ചെറിയാൻ്റെ മുന്നിലുള്ള മാർഗം. പക്ഷേ ഇതാര് അടയ്ക്കുന്നു എന്നതിനെ കുറിച്ച് ജാനുവിന് കാര്യമായ ധാരണ ഉണ്ടായിരുന്നില്ല. കാരണം അവർ വിചാരിച്ചു ഈ 2022 ഈ അളന്നു തിരിച്ചു പോയല്ലോ, അതിനുശേഷം ഈ വീട് വസ്തുവും ജപ്തി ചെയ്തുകൊണ്ട് പോകുമെന്നുള്ള ഭീതിയിൽ തന്നെയായിരുന്നു അവരിരുന്നത്. ഈ പറയുന്ന പോലെ തൻ്റെ വായ്പ പുതുക്കിയെന്നും അതിൻ്റെ EMI അടവ് നടക്കുന്നുണ്ടെന്നും ജാനു അറിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്നലെ ആണ് മേഴ്സി ചെറിയാൻ സർവീസിൽ നിന്ന് വിരമിച്ചത്. അതിനു മുൻപായി മേഴ്സി ചെറിയാൻ ചെയ്തൊരു കാര്യമുണ്ടായിരുന്നു. ഈ ബാക്കി വരുന്ന തുക, EMI അടച്ച് തീർക്കാത്തതിൻ്റെ ബാക്കി വന്ന തുകയുണ്ട്. അതായത് ലോൺ പൂർത്തിയാക്കണമെങ്കിൽ ഒരു നിശ്ചിത തുക കൂടി അടയ്ക്കേണ്ടതുണ്ട്. ആ തുക മേഴ്സി ചെറിയാൻ അടച്ചു തീർത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനായി കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയനിൽ അവർ മേഴ്സി ചെറിയാൻ നിക്ഷേപിച്ച ആ തുക മുഴുവനായി എടുത്തുകൊണ്ടാണ് ഈ ജാനുവിൻ്റെ കടബാധ്യത തീർത്തത്. ഇതാരാണ് തൻ്റെ കടബാധ്യത തീർത്തത് എന്ന് ഇവർക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ബാങ്കിലെ സൂപ്പർവൈസറായിട്ടുള്ള
അനീഷാണ് ഈ ജാനുവിനെ പറഞ്ഞത്, ഇങ്ങനെ മേഴ്സി ചെറിയാനാണ് താങ്കളുടെ ഈ EMI അടച്ചത്. അങ്ങനെ വന്നപ്പോഴേക്കും ജാനുവിന് സങ്കടമടക്കാൻ കഴിഞ്ഞില്ല. അവർ മേഴ്സി ചെറിയാൻ്റെ മുന്നിൽ വന്ന് പൊട്ടിക്കരഞ്ഞു. തനിക്ക് വേണ്ടി ഇങ്ങനെ ഒരാൾ നന്മ ചെയ്യുന്നു എന്നുള്ള കാര്യം ജാനുവിന് അറിയില്ലായിരുന്നു, അനീഷ് പറയുന്നത് വരെ. എന്തു തന്നെയായാലും താൻ ചെയ്യുന്ന നന്മകൾ ഇരുചെവി അറിയരുത് എന്നുള്ളതായിരുന്നു മേഴ്സി ചെറിയാൻ്റെ ആഗ്രഹം. അത് അവർ സാധിച്ചു. അവസാന നിമിഷം വരെ അവർ അത് ആരെ അറിയിക്കാതെ, കൊട്ടിഘോഷിക്കാതെ, ഞാനിങ്ങനെ ഒരാൾക്ക് സഹായം ചെയ്യുന്നു എന്ന് കൊട്ടിഘോഷിച്ച് നന്മമരമാകാതെ അവർ വളരെ കോൺഷ്യസ്ലി ഇത് ഡീല് ചെയ്തു. ഇങ്ങനൊരു സംഭവം, അങ്ങനെ മേഴ്സിയുടെ ആ പേരിന് അന്വർത്ഥമാക്കുന്ന വിധം അവർ ദയ കാണിച്ചു. ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്തി. ഈ ജാനുവും മക്കളും അല്ലെങ്കിൽ തെരുവിലായനെ, കാരണം ജപ്തി നടപടികൾ കർശനമായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ജാനുവിൻ്റെ വീടും വസ്തുവും നഷ്ടമായതിനെ. അത്തരമൊരു ദുരിത സാഹചര്യത്തിൽ നിന്നും അവരെ ആരും അറിയാതെ, ഇരുചെവി അറിയാതെ മേഴ്സി ചെറിയാൻ അവരെ സംരക്ഷിച്ച് നിർത്തി. സ്വന്തം ശമ്പളത്തിലെ പണം കൊണ്ട് അങ്ങനെ മേഴ്സി ചെറിയാൻ ജാനുവിൻ്റെ ഈ പറയുന്ന 75,000 രൂപ അടച്ചു തീർത്തു. ബാലൻസ് വന്ന തുകയാണ് കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയനിൽ നിക്ഷേപിച്ച തുക എടുത്തുകൊണ്ട്, തൻ്റെ സ്വന്തം നിക്ഷേപമായിട്ടുള്ള ആ തുക കൂടി എടുത്തുകൊണ്ട് 75,000 രൂപ അടച്ചു തീർത്തത്. മേഴ്സിയുടെ കുടുംബത്തിലെ എല്ലാവരും തന്നെ ഇതിന് അനുകൂലമായിരുന്നു. ഭർത്താവും അതേപോലെ മക്കളും ഒക്കെ തന്നെ ഈ ഒരു നടപടിക്ക് അനുകൂലമായിരുന്നു. കാരണം കുടുംബത്തിൻ്റെ ഒരു പിന്തുണയില്ലാതെ ഇങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മേഴ്സി കാര്യം കുടുംബത്തിൽ അറിയിച്ചിരുന്നു, ഞാനിങ്ങനെ അടയ്ക്കുന്നുണ്ട്, EMI അടയ്ക്കുന്നുണ്ട്, ശമ്പളത്തിൽ ഇത്ര കുറയുന്നുണ്ട് എന്നുള്ള കാര്യം വീട്ടിൽ അറിയിച്ചിരുന്നു. വീട്ടിൽ പൂർണ്ണ പിന്തുണ ഭർത്താവിൻ്റെ അടക്കം മേഴ്സിക്ക് കിട്ടി. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നടപടികൾ മേഴ്സി നടത്തിയതും ഈ പറയുന്ന ജാനുവിൻ്റെ ജീവിതം രക്ഷപ്പെടുത്തിയതും. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ കാലത്ത് ആരാണ് അങ്ങനെ ചെയ്യുന്നത്? നമ്മൾ സ്വയം ഒരു വിരൽ നമ്മളിലേക്ക് തന്നെ ചൂണ്ടുക. നമ്മൾക്കാണ് ഇത്തരമൊരു അനുഭവം വരുന്നതെങ്കിൽ, നമ്മൾക്കാണ് ഇത്തരമൊരു ശമ്പളത്തിൽ നിന്ന് മറ്റൊരാൾക്ക് വേണ്ടി, അതും യാതൊരു ബന്ധവുമില്ലാത്ത, രക്തബന്ധം പോലും ഇല്ലാത്ത ഈ പറയുന്ന റിക്കവറി സമയത്ത് മാത്രമാണ് ജാനുവിനെ മേഴ്സി നേരിട്ട് കാണുന്നതും മറ്റും അവരുടെ ദുരിതം അറിയുന്നതും മറ്റും. അങ്ങനെ അപ്പോഴാണ് അറിയുന്നത്. അതിനു മുൻപ് തന്നെ മേഴ്സിക്ക് ഈ പറയുന്ന ജാനുവിൻ്റെ ദുരിതം അറിയില്ലായിരുന്നു. അങ്ങനെ ആ ദുരിതം കണ്ടറിഞ്ഞതിന് ശേഷമാണ് മേഴ്സി ഇത്തരത്തിൽ തൻ്റെ ശമ്പളത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വിഹിതം ജാനുവിന് നൽകിയത്. നമ്മൾ സ്വയം ചോദിക്കുകയാണ്, നമ്മളാണ് ഈ മേഴ്സിയുടെ സ്ഥാനത്തെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ പരമാവധി നമുക്ക് വേണ്ടിയാണ് നമ്മുടെ പണം, നമ്മുടെ അധ്വാനം, അതൊക്കെ തന്നെ നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിലവഴിക്കുക. മറ്റുള്ളവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചിന്ത പോലും അഥവാ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ സാമ്പത്തിക പരാധീനത അതിന് അനുവദിക്കില്ല. ഇവിടെയും മേഴ്സിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന അതേ പ്രശ്നങ്ങൾ തന്നെ അവർക്കുണ്ട്. എങ്കിൽ പോലും അതിലൊക്കെ തന്നെ മുണ്ടും മുറുക്കി ഉടുത്തുകൊണ്ട് അവർ ഈ ഒരു നിശ്ചിത തുക ഒരു കുടുംബത്തിന് വേണ്ടി മാറ്റിവെക്കുകയും ആ കുടുംബത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ നന്മ. ഇത്തരം നന്മ നിറഞ്ഞ വാർത്തകളാണ് നമുക്ക് ഇല്ലാതെ പോകുന്നത്. നമ്മുടെ ചുറ്റുപാടും ഇത്തരം വാർത്തകൾ ഉണ്ടെങ്കിൽ പോലും അത് കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് പലരും അലസമായി വിടുന്നു. കാരണം നെഗറ്റീവ് വാർത്തകൾക്കാണ് എപ്പോഴും പബ്ലിസിറ്റിയും റീച്ചും കിട്ടുന്നത്. അതുകൊണ്ട് അത്തരം വാർത്തയ്ക്ക് പിന്നാലെയാണ് നമ്മുടെ മാധ്യമങ്ങളിൽ ബഹുഭൂരിപക്ഷവും. അതാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത്തരത്തിലാണ് ജനങ്ങൾക്കും അങ്ങനെ അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയിപ്പോയി. എപ്പോഴും നെഗറ്റീവ് വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുക, ഒരാളുടെ കുറ്റവും കുറവും കേട്ടുകൊണ്ടിരിക്കുക. അത് നമ്മുടെ ഒരു ഗോസിപ്പിംഗ് എന്ന് പറയുന്ന ആ ഒരു വാർത്താ രീതി നമ്മൾ മാറിക്കഴിഞ്ഞു. അത് ജനങ്ങൾക്കും അത്തരത്തിലാണ്. ബഹുഭൂരിപക്ഷം പേരും സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം പേരുടെയും മൈൻഡ് സെറ്റ് അതാണ്. അതുകൊണ്ടാണ് അത്തരം വാർത്തകൾക്ക് വലിയ വിപണി വരുന്നത്. അങ്ങനെ വിപണി വരുമ്പോഴാണ് മാധ്യമപ്രവർത്തകരും അത്തരം നെഗറ്റീവ് വാർത്തകൾക്ക് മുൻഗണന നൽകുന്നത്. നേരത്തെ ഒരു ചാനൽ നല്ല വാർത്തകൾ എന്ന് പറയുന്ന പേരിൽ ഒരു വാർത്താ സെഗ്മെന്റ് തന്നെ അരമണിക്കൂർ ഉണ്ടായിരുന്നു. അതായത് ബാക്കിയെല്ലാം മോശം വാർത്ത എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ഒരു അരമണിക്കൂർ നല്ല വാർത്തകൾ എന്ന രീതിയിലേക്ക് മാറ്റിയത്. എന്ത് തന്നെയായാലും ഇത്തരത്തിലുള്ള വാർത്തകൾ തീർച്ചയായിട്ടും I2I കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യും. ഇന്നലെ ഞങ്ങൾ സിദ്ദിഖിൻ്റെ വാർത്ത പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തിരുന്നു. മന്ത്രി സിദ്ദിഖ് വാഹനം നിർത്തി ആ അപകടത്തിൽ പെട്ടുകിടന്ന മനുഷ്യനെ രക്ഷപ്പെടുത്തിയ വാർത്ത ഇന്നലെ I2I ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് വലിയ തോതിലെ പ്രേക്ഷകരുടെ അഭിനന്ദനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ളൊരു വാർത്തയാണ് ഇന്ന് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. മേഴ്സി ചെറിയാൻ്റെ കാര്യം. എന്തു തന്നെയായാലും മേഴ്സി ചെറിയാനെ പോലെ ഉള്ളവരെയാണ് സമൂഹത്തിന് ആവശ്യം. ടി സിദ്ദിഖിനെ പോലെ ഉള്ളവരെയാണ് സമൂഹത്തിന് ആവശ്യം. എന്ത് തന്നെയായാലും മേഴ്സി ചെറിയാൻ ചെയ്ത ഈ ഒരു നന്മ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു നന്മ തന്നെയായി ചരിത്രത്തിൽ അടയാളപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട.
i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.